കണ്ടില്ലേ, ഇതെൻ്റെ പാൻട്രി റൂമാണ്. ആകെ വലിച്ചു വാരി ഇട്ടേക്കുവാണല്ല. ഇതൊന്ന് ഓർഗനൈസ് ചെയ്യണം. ഇപ്പോൾ 10:40. ഒരു കോഫിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചെയ്യാമെന്ന് കരുതി മടി പിടിച്ച് മാറ്റി വെച്ച പല കാര്യങ്ങളിലെ ഒന്നാണിത്. ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നത് കണ്ടാലും സ്ട്രെസ്സാണ്. പക്ഷെ എന്നാലും അത് ചെയ്യില്ല. പിന്നെ ആവട്ടെ എന്ന് കരുതി മാറ്റി വെക്കും. അങ്ങനെ പതിയെ പണി തുടങ്ങി. റൂം ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്യുന്നതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൽ പകുതി കൂടുതൽ സാധനങ്ങളും എക്സ്പയർഡ് ആയതായിരുന്നു. അങ്ങനെ ക്ലീൻ ചെയ്ത് ചെന്നപ്പോഴാണ് ഒരു മൂലയ്ക്ക് ഒരു വൈൻ ബോട്ടിൽ ഇരിക്കുന്നത് കണ്ടത്. നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് പിന്നീട് ആവശ്യം വരും. മമ്മി ഉണ്ടാക്കിയ നാരങ്ങ അച്ചാർ കണ്ടു. എന്താ മണം! അങ്ങനെ റീഫില്ല് ചെയ്യാനുള്ളതെല്ലാം റീഫില്ല് ചെയ്തു. ഇങ്ങനെ അരിയുടെ ചാക്ക് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കളയണ്ട കേട്ടോ. അത് നമുക്ക് ഗാർഡനിലേക്ക് ആവശ്യമുണ്ട്. ഈ ചാക്കിൽ മണ്ണ് നിറച്ച് ചെറിയ ചെറിയ ഹോൾസുകൾ ഇട്ടതിന് ശേഷം ഇഞ്ചി നട്ടാൽ ബെസ്റ്റാണ്. അങ്ങനെ ക്ലീനായി കിടന്ന എൻ്റെ ബെഞ്ച് ടോപ്പിൻ്റെ ഒരു കോലം കണ്ടോ? ഇനി ഇതെല്ലാം തിരിച്ചടുക്കി വെക്കുന്നത് ഒരു വലിയ പണിയാണ്. നമ്മൾ മുമ്പേ മാറ്റി വെച്ച ആ വൈനിൽ നിന്ന് തുടങ്ങിയാലോ? ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടിലുകളൊന്നും തന്നെ ഞാൻ കളയാറില്ല. ഇതൊക്കെ ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കി സൂക്ഷിച്ചു വെക്കും. ഇടയ്ക്ക് ചെറിയ ചെറിയ പേപ്പറുകൾ റോൾ ചെയ്ത് വെക്കുന്നത് ഇത് പൊട്ടാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാക്കാം. അതുകൂടാതെ എനിക്ക് പാൻട്രി റൂമിലും ഒരു ബോർഡുണ്ട്. സ്റ്റോക്കിലുള്ള സാധനങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ആ ബോർഡ്. സാധനങ്ങൾ എടുക്കുമ്പോൾ അതിൽ നിന്നും കട്ട് ചെയ്യും. അങ്ങനെ ലോ സ്റ്റോക്ക് ആവുന്നത് നമുക്ക് ഷോപ്പിംഗ് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അങ്ങനെ സാധനങ്ങളെല്ലാം തന്നെ ഒതുക്കി. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാം. ഏകദേശം 2.5 മണിക്കൂർ കൊണ്ടാണ് നമ്മളിതെല്ലാം അടുക്കിയത്. ക്ലിയർ ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ എത്തി നോക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.